ഗവേഷക വിദ്യാർത്ഥി ഓപ്പൺ ഡിഫൻസ് ദിവസവും ആസൂത്രിതമായാണ് ഡോക്ടർ CN വിജയകുമാരി അപമാനിക്കാൻ ശ്രമിച്ചത്. സംവാദ സഭയിൽ ഇടപെട്ട് സംസാരിച്ച വിജയകുമാരി വിപിൻ വിജയന്റെ പ്രബന്ധങ്ങളിൽ തിരുത്തലുകൾ വേണമെന്ന് ചട്ടവിരുദ്ധമായി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഓപ്പൺ ഡിഫൻസ് ചെയർമാൻ ഈ ആവശ്യം പാടെ തള്ളിക്കളഞ്ഞു. ദൃശ്യം കാണാം. എന്നാൽ ചെയർമാന്റെ തീരുമാനം അംഗീകരിക്കാൻ വിജയകുമാരി തയ്യാറായില്ല. പ്രകോപനം കടുത്തതോടെ വിപിൻ വിജയന് മൈക്ക് എടുത്തു മാറ്റേണ്ടി വന്നു. കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാം. വിജയകുമാരി ലക്ഷ്യമിട്ടത് എന്താണ്? വിപിൻ വിജയന് PhD ലഭിക്കാതിരിക്കാൻ സംവാദ സഭ അലങ്കോലമാക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. വിദ്യാർത്ഥിയുടെ ജാതിയും ഗൈഡിന്റെ മതവുമാണ് സംസ്കൃത വിഭാഗം മേധാവിക്ക് പ്രശ്നമെന്ന് ആരോപണമുയർന്നു. ഓപ്പൺ ഡിഫൻസ് ചെയർമാനെ എതിർത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ചത് ആസൂത്രിതമായെന്നും പരാതിയുണ്ട്. രാജ്ഭവനുമായുള്ള അടുപ്പത്തിന്റെ മറവിൽ സെനറ്റ് അംഗത്വം തരപ്പെടുത്തിയെന്നും ആക്ഷേപം ഉണ്ട്. ജാതി നിന്ദയിൽ പരാതി ഉയർന്നിരിക്കുന്നു. കേരള സർവകലാശാല ആസ്ഥാനത്തെ ജാതി അധിക്ഷേപ പരാമർശത്തിൽ പരാതി ഉയർന്നിരിക്കുന്നു. BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയത് SFI ആണ്. പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും SC/ST കമ്മീഷനും പരാതി ഉയർന്നിരിക്കുന്നു. ഡോക്ടർ PS ഗോപകുമാറിനെയും ഡോക്ടർ വിനോദ് കുമാറിനെയും സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്താക്കണമെന്ന് പരാതിയിൽ പറയുന്നു. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമപ്രകാരം കേസെടുക്കണമെന്നും SFI ആവശ്യപ്പെടുന്നു. ജാതി അധിക്ഷേപ പരാതിയിൽ കന്റോൺമെന്റ് ACP അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. SFIക്കെതിരെ ഇതിനിടെ കേസെടുത്തിട്ടുണ്ട്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നമ്മലിന്റെ കാർ തടഞ്ഞതിൽ SFIക്കെതിരെ കേസ്. VCയെ തടഞ്ഞുവെച്ചതിൽ SFI നേതാക്കളടക്കം 200 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സിൻഡിക്കേറ്റ് ഈ വിഷയം പരിഗണിക്കാൻ പോവുകയാണ്. വിപിൻ വിജയന്റെ PhD വിഷയം നവംബർ 18 സിൻഡിക്കേറ്റ് പരിഗണനയ്ക്ക് എടുക്കുകയാണ്. വിപിനെതിരെ CN വിജയകുമാരിയുടെ റിപ്പോർട്ടും സിൻഡിക്കേറ്റിന് മുന്നിലേക്ക് വരികയാണ്. ജാത്യാധിക്ഷേപ പരാതിയും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പരിശോധിക്കും. മൂല്യനിർണ്ണയ ചെയർമാന്റെ കണ്ടെത്തൽ VC സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഡാറ്റാ ഷീറ്റിലുള്ളത്. സനീഷ്, ഇതാകെ നാണക്കേടായി പോയൊരു സംഭവമാണ്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ കോയമ്പത്തൂരാണ് പഠിക്കുന്നത്, PG പഠിക്കുന്നത്. അന്നപ്പം PhD ചെയ്തിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടോ അല്ലാതെയൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഗൈഡിൻ്റെ ഒരു സമ്മർദ്ദം വളരെ ശക്തമായിട്ടുണ്ട്. അവിടെ എൻ്റെ ഒരു വ്യക്തിപരമായ സുഹൃത്ത്, പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പോൾ ഒരു കൊള്ളാവുന്നൊരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ജാതിയിൽ കുറച്ച് മുകളിലാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ട്. ഈ പറയുന്നൊരു സോ കോൾഡ് സിസ്റ്റത്തിൽ ഈ വ്യക്തി കേരളത്തിൽ ഈഴ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള കാര്യമാണ്, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ സംഭവിച്ചതിന് സംസാരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. നിശ്ചയമായിട്ടും ഇതിപ്പോൾ അക്കാദമിക് രംഗത്ത് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മളിങ്ങനെ കാണുന്നത് ഒരു അങ്ങനെ സാധാരണമല്ലാത്തൊരു കാര്യമാണല്ലോ. ഞാൻ ഡോക്ടർ വത്സരൻ വാതുശ്ശേരി എന്ന് പറയുന്ന അധ്യാപകൻ, അദ്ദേഹം എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് എല്ലായിടത്തും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തെല്ലാം പോകുന്നുണ്ട്. ഞാൻ അതിനകത്ത് ചിലതങ്ങ് വായിക്കാം. അദ്ദേഹം എനിക്ക് അറിയാവുന്ന ആളാണ്. ബ്രണ്ടൻ കോളേജിലും മാഹി കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. വളരെ സൗമ്യനായിട്ടുള്ള അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ അറിയാം. നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും മറ്റും ചെയ്യുന്ന എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ആളാണ് വത്സരൻ വാതുശ്ശേരി. അദ്ദേഹം കലാശാല തലത്തിൽ 34 വർഷം അധ്യാപകനായിരുന്ന ആളാണ് ഞാൻ. അദ്ദേഹം എഴുതുകയാണ്, 2 സർവകലാശാലകളിലായിട്ട് 14 വർഷവും കോളേജിൽ 20 വർഷവും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുകയാണ്. രാഷ്ട്രീയമായിട്ടൊന്നും ഒരു തർക്കത്തിലൊന്നും ചെന്ന് സംസാരിക്കാൻ പറ്റും ചെയ്യുന്ന ഒരാളെ അല്ല അദ്ദേഹം കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് അദ്ദേഹം എഴുതുകയാണ്, എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഓപ്പൺ ഡിഫൻസിലെ പ്രൊഫസർ വിജയകുമാരിയുടെ വ്യവസ്ഥാനുസൃതമല്ലാത്ത ഇടപെടലാണ്. ആ വീഡിയോ ഞാൻ കണ്ടു. വിപിൻ വിജയൻ്റെ പ്രബന്ധം പരിശോധിച്ച പരിശോധകർ പ്രബന്ധം PhD ബിരുദത്തിന് അർഹമാണെന്ന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധകൻ ചെയർമാനായി വന്ന് ഓപ്പൺ ഡിഫൻസ് നടത്തുകയും ഗവേഷകൻ്റെ അർഹത ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിനുശേഷമാണ് വകുപ്പ് മേധാവിയുടെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പ്രൊഫസർ വിജയകുമാരി കയറി പ്രബന്ധത്തിനെതിരെ ഒരു കുറ്റപത്രം ഇറക്കുന്നത്. അക്കാദമിക് എത്തിക്സോ മര്യാദയോ കേവലം മനുഷ്യത്വം പോലുമോ ഇല്ലാത്ത അതിനീചമായ ഒരു ഇടപെടൽ. നോക്കൂ, അവിടെ അക്കാദമിക് എത്തിക്സോ മര്യാദയോ കേവലം മനുഷ്യത്വമോ പോലുമില്ലാത്ത അതിനീചമായ ഒരു ഇടപെടൽ. എത്രയോ യൂണിവേഴ്സിറ്റികളിൽ ഓപ്പൺ ഡിഫൻസ് ചെയർമാനായി പ്രവർത്തിച്ചുള്ള അനുഭവവും അറിവും വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, പ്രൊഫസർ വിജയകുമാരി ചെയ്ത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത വ്യവസ്ഥാ ലംഘനമാണ്. ഓപ്പൺ ഡിഫൻസ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ വ്യക്തമാക്കുക, ചെയർപേഴ്സണെ സദസ്സിന് മുമ്പാകെ പരിചയപ്പെടുത്തുക എന്നീ കാര്യങ്ങളിൽ കവിഞ്ഞ് ഒരു റോളും വകുപ്പ് മേധാവിക്കില്ല.
ഇവിടെ വിജയകുമാരി ടീച്ചർക്ക്. വിദ്യാർത്ഥി ഓപ്പൺ ഡിഫൻസ് നേരിടുന്നതിന് സാക്ഷ്യം വഹിക്കുക എന്നതിൽ കവിഞ്ഞ ഒരു റോളും അനിവാര്യ ഘട്ടങ്ങളിൽ ചില വിശദീകരണങ്ങൾ നടത്താം എന്നതൊഴികെ റിസർച്ച് ഗൈഡിനുമില്ല. ചെയർമാന് മുകളിൽ ഒരു അധികാരവും ഡീനിനുമില്ല. ഓപ്പൺ ഡിഫൻസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ചെയർപേഴ്സണാണ്. എന്നിരിക്കെ എന്ത് അധികാരത്തിലാണ് ചെയർമാനെ മറികടന്ന് പ്രൊഫസർ വിജയകുമാരി ഓപ്പൺ ഡിഫൻസിൽ സംസാരിച്ചത്? അവർ അവഹേളിച്ചത് വിദ്യാർത്ഥിയെ മാത്രമല്ല, ഓപ്പൺ ഡിഫൻസിലെത്തിയ ചെയർമാനെയും സർവകലാശാലയെ തന്നെയുമാണ്. പ്രൊഫസർ വിജയകുമാരി അക്കാദമിക് സംവിധാനത്തിനും സർവകലാശാലയ്ക്കും ഒരു അപമാനമാണ്. ഇത് വത്സലം ബാലുശ്ശേരി മാഷ് എഴുതിയാൽ പിന്നെ അതിനപ്പുറത്തേക്ക് എനിക്ക് അദ്ദേഹം അത്രയും സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഇത്രയ്ക്ക് ശക്തമായുള്ള ഭാഷയിൽ വാക്കുകൾ അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നതിന് അത്രമാത്രം നഗ്നമായിട്ടുള്ള ശരിയല്ലാത്ത കാര്യമാണ് അവിടെ നടന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആ വിദ്യാർത്ഥി അവിടെ ചെയർമാൻ ബന്ധപ്പെട്ട വിദഗ്ധരെല്ലാം ഇരുന്ന് അദ്ദേഹം ഇതിന് യോഗ്യനാണ് എന്ന് കാണുമ്പോൾ ഇവർ വന്നിട്ടത് പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അത് നേരത്തെ ഈ വിദ്യാർത്ഥി നേരത്തെ എഴുതിയെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവർ വളരെ വല്ലാത്ത തോതിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജാതീയമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് എന്ന് അയാൾ പറയുന്നു, മറ്റു പലരും പറയുന്നു. ഇയാൾ പറയുന്നത് SFIക്കാരനായതുകൊണ്ടാണ് കിട്ടിയെന്ന് ആദ്യം വാർത്ത വന്നല്ലോ. പലരും വാർത്ത കൊടുത്തു SFIക്കാരനായതുകൊണ്ട് അനർഹമായ തോതിൽ ഇങ്ങനെ കയറി വന്നു എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അയാൾ പറയുകയാണ് അതിനകത്ത്, ഞാൻ ആ അർത്ഥത്തിൽ SFIക്കാരൻ പോലുമല്ല, എന്ന് വെച്ചാൽ വലിയ നേതാവ് മറ്റുമല്ല, എൻ്റെ പഠനവുമായിട്ട് പോയതാണ്. ഇതേ വിജയകുമാരി ടീച്ചറാണ് ഇയാൾക്ക് PhD MPhilന്റെ കൂടെ ഇയാളുടെ ഗൈഡായിരുന്ന ആൾ. അയാൾക്ക് MAയും MPhilലും കഴിഞ്ഞ് B.Edും കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തുമ്പോഴേക്ക് അയാൾക്ക് സംശയത്തിൽ ഈ വേണ്ട അർഹതയില്ല എന്ന് പറഞ്ഞ് ഈ ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ മാഷ് എഴുതിയതിലുള്ള ഈ അതിനീചമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഉണ്ടായത്. അപ്പോൾ പ്രശാന്ത് ശിവൻ അവിടെ ചെയ്തതുപോലെ തന്നെ ഒരു അക്കാഡമിക് സർക്കിളിനകത്ത് ശരിയല്ലാത്ത കാര്യം, മനുഷ്യത്വപരമല്ലാത്ത കാര്യം ഇവിടെ ടീച്ചർ ചെയ്തിരിക്കുന്നത്. ഒരു ടീച്ചറാണ്, ഒരു അധ്യാപികയാണ് എന്നത് അപമാനകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായി എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ട്. ഇങ്ങനെ പല ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള, നേരിട്ട് നമുക്ക് വളരെ അടുത്ത സ്നേഹമുള്ള വ്യക്തിപരമായ എന്തുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവമുണ്ട്. അത് തമിഴ്നാട് പോലുള്ള മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ ഈ കോയമ്പത്തൂരിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രത്യേകിച്ച് ഒരുപാട് പേർ ഗൈഡ്ഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ പഠിക്കുന്നതിന് വേണ്ടി ഈ ഗൈഡ്ഷിപ്പുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്തു. ഈ ഗൈഡ്ഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്, നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിലേക്ക് വിദ്യാർത്ഥികൾ എത്തുക എന്ന് പറയുന്നതും, അപ്പോൾ ആ വിദ്യാർത്ഥികൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതും ഈ ആളുകളുടെ വ്യക്തിത്വം അളക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ഭാരതീയ സർവകലാശാലയ്ക്ക് കീഴിൽ തന്നെ നടന്നിട്ടുള്ള ഒരുപാട് കേസുകൾ അത് അവിടെ പ്രാദേശികമായി ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല മാത്രമല്ല, നമ്മൾ തമിഴ്നാട്ടിലൊരു സ്ഥിതി അറിയാം. ഇപ്പോഴും ജാതി വ്യവസ്ഥ വളരെ ശക്തമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തെക്കാൾ പ്രകടമായി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് കേരളത്തിൽ സംഭവിക്കുന്നു, നമ്മുടെ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ജാതി കോമരങ്ങളാണ് ഈ കുട്ടികളെ വന്നിട്ട് സാരോപദേശം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് തീർത്തും നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായ നടപടി ആ കാര്യത്തിൽ ഉണ്ടാകണം. പക്ഷെ നടപടി ഉണ്ടാകുന്നില്ല. അവരെ പൊതിഞ്ഞു പിടിക്കുകയാണ് അവർക്ക് എതിരെ നടപടി എടുക്കേണ്ടി വരുന്നവർ എന്നുള്ളതും. മാത്രമല്ല, ഒരു കാര്യം കൂടി പറയണം. അതിനെ ന്യായീകരിച്ചുകൊണ്ട് BJPയുടെ ഈ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയിട്ടുള്ള പരാമർശം, അതും അത്രയും നിന്ദ്യമായിട്ടുള്ള ഒരു പരാമർശമാണല്ലോ. അത് നിശ്ചയമായിട്ടും അത് ഇന്നലെ ഞങ്ങളത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ്. ഇന്നലെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ പക്ഷേ ഈ വിഷ്വൽസ് നമ്മുടെ മുന്നിലില്ല. ഇതിപ്പോൾ ടീച്ചർ, വിജയകുമാരി ടീച്ചർ ഗുണ്ടായിസാണ് ചെയ്തത്. ഒരു അധ്യാപികയല്ല, ഒരു ഗുണ്ടയാണ് ഇടപെടുന്നതെന്നല്ലേ നമുക്ക് തോന്നുക. ഒരാളെ അനർഹമായിട്ട് അയാളെ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുന്നത്. ഇപ്പോൾ ആ ക്യാമറയിൽ ദൃശ്യങ്ങൾ വരുന്ന അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടല്ലേ അത് ചെയ്തത്. അല്ലെങ്കിൽ എന്ത് ന്യായീകരണം അവർക്കുള്ളത്? അവർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. അതെ, അധ്യാപകർ വിദ്യാർത്ഥിയുടെ പാതകളിലെ വിളക്കുകളാണ്, അല്ലെങ്കിൽ ആകണം എന്നാണല്ലോ പറയുന്നത്. പക്ഷെ സങ്കുചിതത്തിൻ്റെയും ജാതി ചിന്തയുടെയും ഇരുൾ തിരകളിൽ നിന്ന് പുറത്തു കിടക്കാൻ അധ്യാപകർക്ക് തന്നെ കഴിയുന്നില്ലെങ്കിൽ എത്ര കഷ്ടമാണിത്. രാജ്യത്തെ തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നായ കേരള സർവകലാശാലയെ നാണക്കേടിൻ്റെ പടുകുഴിയിൽ എത്തിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ഉയരുന്ന ഈ ജാത്യാധിക്ഷേപ പരാതി. ഉയരുന്ന ആരോപണങ്ങൾ ശരി തന്നെയെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഓപ്പൺ ഡിഫൻസ് നടന്ന ഹാളിൽ ഇന്ന് നമ്മൾ കണ്ടത്. ഒരു നൂറ്റാണ്ട് മുമ്പ് നെറികെട്ട ജാതി വൈകൃതങ്ങൾ നേരിട്ട് കണ്ട് മനസ്സുമടുത്താണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. നാരായണ ഗുരുവും അയ്യാങ്കാളിയും അയ്യാ വൈകുണ്ഠരും കുമാരഗുരുവും ബ്രഹ്മാനന്ദ ശിവയോഗിയുമെല്ലാം നൂറ്റാണ്ടുകൾ പണിതെടുത്തിട്ടാണ് കേരള സമൂഹത്തെ ഇന്നത്തെ നിലയിൽ പുതുക്കി നിർമ്മിച്ചത്. കെട്ടടങ്ങിയതൊക്കെ ഊതിക്കത്തിക്കാനുള്ള ശ്രമങ്ങളെ കേരളം ഒന്നാകെ ചെറുത്തു തോൽപ്പിക്കും എന്ന RDXന് ഉറപ്പാണ്.